നമസ്കാരം. മുല്ലപ്പെരിയാർ ഉടൻ പൊട്ടാനുള്ള സാധ്യതയില്ല എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. കൃത്യമായ കാരണങ്ങൾ സഹിതമാണ് അദ്ദേഹം തന്റെ നിഗമനം വ്യക്തമാക്കിയത്. മലയാളികളെ ലോകം കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. താൻ കണ്ട കാഴ്ചകൾ ജനങ്ങളുടെ കണ്ണുകളിലേക്കും ഹൃദയങ്ങളിലേക്കും എത്തിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ആരാധകരും ഏറെയാണ്. മലയാളികൾക്കിടയിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ചില കാര്യങ്ങളിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ചില നിലപാടുകളും അഭിപ്രായങ്ങളും വളരെ വേഗം ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴിതാ മലയാളികളുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നായ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് അദ്ദേഹം. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയത്. അഭിമുഖത്തിൽ ഒരു കുട്ടി ചോദിക്കാൻ അയച്ചു തന്ന ആശങ്കയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് സന്തോഷ് ജോർജ് കുളങ്ങര മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞത്. മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടുമെന്നായിരുന്നു കുട്ടിയുടെ ചോദ്യം. എന്നാൽ ഉടനെ തന്നെ ഇത് പൊട്ടാൻ സാധ്യതയില്ല എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഉത്തരമായി പറഞ്ഞത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല, അവിടെ അങ്ങ് ഇരുന്നു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവൻ ചെയ്തോളുമെന്നും തമാശയായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം ഉടനെ പൊട്ടുമെന്ന വിശ്വാസം എനിക്കില്ല. കാരണം അതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഗ്രാവിറ്റി ഡാം കല്ലുകൾ അടുക്കി പണിതിരിക്കുന്ന ഡാമാണ്. അതിൻ്റെ ഒരു സയൻസും ടെക്നോളജിയും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡാം ഉടനെ പൊട്ടാൻ സാധ്യതയില്ല, എന്നാൽ അത് എക്കാലത്തെയും ശാശ്വതമായ സംവിധാനമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഏറ്റവും പ്രധാന വശം പൊട്ടുകയോ ഇല്ലയോ എന്നതല്ല, അതിൻ്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കുക എന്നതാണ്. ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞാലും വേറെ ഒരാൾ പൊട്ടില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് പൊട്ടുമെന്നാണ് പേടിയെങ്കിലോ തീർന്നില്ലേ? അതുകൊണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമാപനത്തിനായി വ്യാഴാഴ്ച കോട്ടയത്തെത്തുമ്പോൾ പിണറായി വിജയനുമായി സംസാരിക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കുകയുണ്ടായി. തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനായിരുന്നു സ്റ്റാലിൻ ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത്. എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയുള്ള ഒരാളുടെ നിഗമനം ജനങ്ങൾ നെഞ്ചേറ്റുകയാണ്. ഏതൊരു വിഷയത്തിലും കൃത്യവും വ്യക്തവുമായി പഠിച്ചതിനു ശേഷം മാത്രം അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്തോഷ് ജോർജ് കുളങ്ങര മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ പറഞ്ഞ ഈ വാചകങ്ങൾ പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നത് തന്നെയാണ്.